ഒരു പ്ലസ് ടു സ്റ്റുഡൻസിന് പഠിക്കാനുള്ളത് 6 സബ്ജക്റ്റാണ്. 7 വിഷയം ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ഒരു പീരീഡ് ഫ്രീ ആക്കി കൊടുക്കുക. ആ പീരീഡ് ഒരു ടീച്ചർ അവിടെ ആക്റ്റീവ് ആവുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ എൻ്റെ സ്കൂളിൽ ലൈബ്രറി ഉണ്ട്. അവിടെ നിന്ന് ആകെ പുസ്തകം എടുത്തിരിക്കുന്നത് ഞാനാണ്. ഞാൻ ഒരു ദിവസം റാൻഡായിട്ട് നടന്നു പോകുമ്പോൾ ഒരു റൂം ഇങ്ങനെ അടച്ചിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ടീച്ചറോട് ചോദിച്ചു ഇത് എന്താണ്? അപ്പോൾ ലൈബ്രറി എന്ന് പറഞ്ഞ് ഞാൻ തുറപ്പിച്ച് അങ്ങനെ ഞാൻ ഒരു 2-ാം മുഴം പുസ്തകം ഞാൻ വെറുതെ എടുത്തു. ഞാൻ ഓൾറെഡി വായിച്ചതാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട് 2-ാം മുഴം. നല്ല രസമാണ്. അപ്പോൾ 2-ാം മുഴം ഞാൻ എടുത്തു. അപ്പോൾ അത് കണ്ടിട്ട് വേറെ 2 സ്റ്റുഡൻസ് ലൈബ്രറിയിലോട്ട് കയറി ജസ്റ്റ് ഇങ്ങനെ പുസ്തകം നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരാൾക്കൊരു ആൽക്കമിസ്റ്റ് എടുത്തു കൊടുത്തു. വേറെ ഏതൊരു പുസ്തകം മറ്റേ സ്റ്റുഡൻറ്റ് എടുത്തു. ഇങ്ങനെ ഈ 2 സ്റ്റുഡൻസ് അല്ലാതെ എൻ്റെ അറിവിൽ വേറെ ആരും ആ സ്കൂളിൽ നിന്ന് പുസ്തകം എടുത്തിട്ടില്ല വായിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതാരും വീട്ടിൽ പോയിട്ട് വായിക്കൊന്നുമില്ല. ഈ ലാസ്റ്റ് പീരീഡ് ഫ്രീ ആക്കി കൊടുത്താൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പേരൻസും അത്ര എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊന്നുമല്ല. കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് വന്ന വീട്ടിൽ നിന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പേരൻസ് ഒന്നുമില്ല. ചിലരുണ്ടാകാം, അപൂർവങ്ങളിൽ അപൂർവമായിട്ട്. അപ്പോൾ ഈ ലാസ്റ്റ് പീരീഡ് ഫ്രീ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ടീച്ചർ അവിടെ ആക്റ്റീവ് ആവുക. കുട്ടികളുടെ റീഡിങ് ഹാബിറ്റ്സ് വളർത്തിയെടുക്കുന്നതിൽ, എക്സ്ട്രാ ഓർഡിനറി ആയ കാര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് സഹായകരമായി തീരും. മാത്രമല്ല ഈ പഠിച്ച കാര്യങ്ങൾ അന്ന് തന്നെ കുട്ടികൾക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അന്ന് തന്നെ നോക്കി വെക്കും.